ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാലൻസും ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളാണ്? വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദം? എന്തെല്ലാം നോക്കാം. ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമ്മളൊരു ചെക്ക് ഒരാൾക്ക് കൊടുത്തു, ആ ചെക്ക് അയാൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തില്ല. ഇങ്ങനെയാണെങ്കിൽ രണ്ടിലെയും ബാലൻസ് മാറും. രണ്ടാമത്തത്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ബൈ ദ ബാങ്ക്. എനിക്കൊരു ചെക്ക് കിട്ടി, ഈ ചെക്ക് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ചെക്ക് ഡെപ്പോസിറ്റഡ്. പക്ഷെ ബാങ്ക് ഈ ഒരു ചെക്ക് ക്ലിയർ ആക്കിയില്ല. അതെന്താ ക്ലിയർ ആക്കാന്ന് പറഞ്ഞാൽ, ഞാനൊരു ചെക്ക് കൊടുത്താൽ ഈ ചെക്ക് ആരാണോ തന്നത് അയാളുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തണ്ടേ. സോ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ക്ലിയറിംഗ് എന്ന് പറയാം. ആ ക്ലിയറിംഗ് ചിലപ്പം ഇന്ന് തന്നെ നടന്നോളുന്നില്ല, ചിലപ്പോൾ 2, 3, 4 ദിവസം എടുക്കും. അപ്പോൾ അങ്ങനെ ലാഗ് വന്നാൽ എന്ത് ചെയ്യും? എൻ്റെ അക്കൗണ്ടിൽ ആ പൈസ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. സോ അവിടെയും വ്യത്യാസം വരാം. മൂന്നാമത്തത്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ. എൻ്റെ ഒരു കസ്റ്റമർ എന്ത് ചെയ്തു? എൻ്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ അയച്ചു, പക്ഷെ അത് ഞാൻ എൻ്റെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. വ്യത്യാസം വരൂലേ? അതേ വരും. എൻ്റെ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എല്ലാ മാസവും റെന്റ്, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ അത് ബാങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും പേ ചെയ്യണം. ആ ബില്ല് എന്ത് ചെയ്യും? ഇവർ ബാങ്കിലേക്ക് എത്തിക്കും, ബാങ്ക് ഓട്ടോമാറ്റിക്കലി പേ ചെയ്യും. ഇത് ഞാൻ അറിയുന്ന പോലുമില്ല. അപ്പം അങ്ങനത്തെ ചില ട്രാൻസാക്ഷൻ ബാങ്കിൽ നിന്ന് പോയി, പക്ഷെ അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഡിഫറൻസ് വരൂലേ? വരും, ഉറപ്പാണ്. ഇനി ബാങ്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ചാർജസ് പിടിക്കും. SMS ചാർജ്, ATM ചാർജ്, മന്ത്ലി ചാർജ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ചാർജുകൾ ബാങ്ക് പിടിക്കും. ബാങ്ക് ചാർജ് പിടിക്കും, ബാങ്കിലെ ബാലൻസ് കുറയും. പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവില്ല. അത് ഞാൻ അറിയുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അറിയാത്ത പക്ഷം ആ ഡിഫറൻസ് ഉണ്ടാകും. ബാങ്കിലേക്ക് പൈസ വരും, ഞാൻ അറിയാതെ. അതെങ്ങനെയാണ്? ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും. ആ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും. പക്ഷേ ഞാനത് അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 6 കാര്യങ്ങളായി. എന്തൊക്കെയാണ്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ചെക്ക് ഡെപ്പോസിറ്റഡ് but not paid, direct deposit made by the customer, direct payment made by the bank on behalf of the customer. ഇനി എന്താ ഉള്ളത്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ്. അത് നമ്മുടെ ബാങ്കിലേക്ക് വന്ന പൈസ. ഇൻട്രസ്റ്റ് ആൻഡ് ചാർജ്, നമ്മുടെ ബാങ്കിൽ നിന്ന് ചാർജ് പിടിക്കും, ഇൻട്രസ്റ്റ് പിടിക്കും. ക്രെഡിറ്റ് ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്. ഇനി ഒരു കാര്യം കൂടി എന്താണ്? ചെക്ക് ഓർ ബിൽ ഡിസ്കൗണ്ടഡ് ഡിസോണർഡ്. നമ്മളൊരു ചെക്ക് കൊടുത്തു അല്ലെങ്കിൽ ഒരു ബില്ല് കൊടുത്തു, അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരും. പക്ഷേ ആ ചെക്കോ ബില്ലോ ക്യാൻസൽ ആകുമ്പോൾ എന്താവും? ബാങ്കിലേക്ക് പൈസ വരില്ല. സോ ഈ 7 കേസസ് ആണ് ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ വ്യത്യാസം വരാനുള്ള റീസൺ. സെറ്റ് അല്ലേ? അപ്പം ഇതേപോലത്തെ കൂടുതൽ വീഡിയോസുകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക.